മറ്റൊരാൾ അറിയുന്നതുവരെ മാത്രം ജീവനുള്ള ഒന്നേ ഈ ലോകത്തുള്ളൂ. അതിന് രൂപമില്ല, ഭാരവുമില്ല. പക്ഷെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടിക്കുന്നത് അതായിരിക്കും. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം അറിയാമെങ്കിൽ അത് മറ്റൊരാളോട് പറയാതിരിക്കുന്നത് ശാരീരികമായി തന്നെ വലിയൊരു വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. സയൻസ് അനുസരിച്ച് ഒരു രഹസ്യമെന്നത് കേവലം നമ്മൾ മറച്ചുവെക്കുന്ന ഒരു വിവരമല്ല, അത് നമ്മുടെ തലച്ചോറിനെതിരെ നമ്മൾ തന്നെ പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ്. ഒരു രഹസ്യം മനസ്സിലുള്ളപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ വലിയൊരു ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട്. സത്യങ്ങൾ എപ്പോഴും തുറന്നു പറയാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ട തലച്ചോറിലെ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന ഭാഗം ഈ രഹസ്യം പുറത്തു ചാടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതേസമയം തന്നെ ലോജിക്കലായി ചിന്തിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇത് പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് അതിനെ തടഞ്ഞു നിർത്തും. ഈ രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള നിരന്തരമായ യുദ്ധം തലച്ചോറിന് വലിയൊരു ഭാരമാണ്. പൂർത്തിയാക്കാത്ത ജോലികൾ തലച്ചോറ് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെ സൈക്കോളജിയിൽ സൈഗാർനിക് ഇഫക്റ്റ് എന്ന് വിളിക്കും. രഹസ്യങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. മറ്റൊരാളോട് പറഞ്ഞു തീർക്കാത്ത കാലത്തോളം അതൊരു അൺഫിനിഷ്ഡ് ടാസ്കായി തലച്ചോറിൽ കിടക്കും. അതുകൊണ്ടാണ് ഒരു വലിയ രഹസ്യം അടുത്ത സുഹൃത്തിനോടോ പങ്കാളിയോടോ പറയുമ്പോൾ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ നമുക്ക് ശാരീരികമായ ആശ്വാസം ലഭിക്കുന്നത്. ചുരുക്കത്തിൽ, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് ഒരു കലയാണ്. ഇതിനർത്ഥം നമ്മൾ യാതൊരു രഹസ്യങ്ങളും സൂക്ഷിക്കാൻ പാടില്ല എന്നല്ല. ചില കാര്യങ്ങൾ രഹസ്യമായി തന്നെ ഇരിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ: നമ്മൾ സൂക്ഷിക്കുന്ന ഓരോ രഹസ്യവും നമ്മുടെ തലച്ചോറിലെ സമാധാനവും എനർജിയും വാടകയായി വാങ്ങിയാണ് അവിടെ ജീവിക്കുന്നത്. ആ വാടക കൊടുക്കാൻ തക്കവോളമുള്ള മൂല്യം ആ രഹസ്യത്തിനുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്.